വിപ്രന്മാർ, കുലീനന്മാർ, കൃതസംസ്കൃതർ, വേദാഗമ തത്വവേത്താക്കൾ, വർണ്ണാശ്രമ ആചാരരഥന്മാർ, സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം ജീവിച്ച് കാണിച്ച തിരുക്ഷുക്കൾ, സമർത്ഥന്മാർ, തപസ്വികൾ. ആ ഗുരുക്കന്മാർ സമ്മേളിക്കുന്ന അവരുടെ മണ്ഡലത്തിൽ ഒന്ന് രണ്ട് വാക്കുകൾ പറയുക. വർണ്ണാശ്രമാചാരരഥന്മാർ എന്നത് ബ്രിട്ടീഷ് ആധിപത്യത്തോടെ നഷ്ടമായി എന്ന് വിശ്വസിക്കുന്ന അപൂർവം ചിലരിൽ ഒരാളാണ് ഞാനെങ്കിലും. കാരണം ബ്രിട്ടീഷ് ആധിപത്യത്തിൽ വെച്ചാണ് ബൗദ്ധിക സർജനത്തിന്റെ അങ്ങേത്തലയിലുള്ള ബ്രാഹ്മണ്യത്തെ പട്ടാളത്തിലും ചെരുപ്പ് കുത്തുന്നതിലും വരെ നിയോഗിച്ചത്. സ്വധർമ്മം വെടിഞ്ഞ് ശ്രേയസ് നഷ്ടപ്പെടുന്ന പരധർമ്മത്തിലേക്ക് ബ്രാഹ്മണ്യം കുപ്പുകുത്തിയത് കൊണ്ടാണ് കുടുംബത്തിലും സമൂഹത്തിലും ഇതര സമുദായങ്ങളിലും സമൂഹത്തിലും ബ്രാഹ്മണ്യം ഇന്ന് ഈ ശോചനീയതയിലേക്ക് വഴുതി വീണിരിക്കുന്നു. ഇത് വളരെ വിപുലമായ വിഷയമാണ്. സൂചന നൽകി ഞാൻ കടന്നുപോവുക മാത്രമാണ്. ബ്രാഹ്മണ്യം അടുത്ത കാലത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് അസഗോത്രയെയും അസപിണ്ടയെയും വിവാഹം കഴിക്കാൻ മാത്രം നിയമമുള്ള ബ്രാഹ്മണ്യത്തിന് സ്വസമുദായത്തിൽ നിന്ന് വേലി കഴിക്കാൻ പറ്റാതെ വരുന്നു എന്നുള്ളൊരവസ്ഥ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ആധുനിക വിദ്യാഭ്യാസം നേടിയ ബ്രാഹ്മണ സ്ത്രീകൾ പൂജാരിയെയും തന്ത്രിയെയും ഒന്നും വിവാഹം കഴിക്കാനൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇത്തരുണത്തിൽ എങ്ങനെയാണ് പാരമ്പര്യ വിദ്യയെ നിങ്ങൾ മക്കളുടെ മക്കളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക എന്നുള്ളത് ഗൗരവപൂർവം ചിന്തിക്കേണ്ടതാണെന്ന് തോന്നുന്നു. എൻ്റെ വാക്കുകൾക്ക് തെറ്റില്ലെന്ന് വിചാരിക്കുന്നു. രണ്ട്, ധർമാർത്ഥ കാമമോക്ഷങ്ങളാണ് പുരുഷാർത്ഥങ്ങൾ. ആധുനിക ലോകം ധർമ്മമോക്ഷങ്ങളെ വെടിയുകയും കാമാർത്ഥങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുകയും ചെയ്തു വരികയാണ്. അർത്ഥത്തെ ഉപജീവിച്ചുകൊണ്ടുള്ളൊരു വ്യവസ്ഥിതിയാണ് മതേതര ജനാധിപത്യ വ്യവസ്ഥിതി. മതേതരം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും സ്വീകരിക്കുന്നത് എന്നല്ല അർത്ഥം. മതമില്ലാത്തതെന്നാണ്, ധർമ്മമില്ലാത്തതെന്നാണ്, ധർമ്മേതരം എന്നാണ്. ധർമ്മേതരം എന്ന് പറഞ്ഞാൽ സർവാഗമെന്ന് തന്നെയാണ് അർത്ഥം. അങ്ങനൊരു വ്യവസ്ഥാപിത ഭരണ സംവിധാനത്തിനകത്തു നിന്നുകൊണ്ട് ധർമ്മ സംസ്ഥാപനം ക്ലിഷ്ടസാധ്യമാണ്. അതിനെ പുനർജീവിപ്പിക്കുന്നതിന് സനാതനിയായ ശ്രുതി
എന്തു പറഞ്ഞിട്ടുണ്ട്, എന്തു മാർഗരേഖ ചമച്ചിട്ടുണ്ട്. ശ്രുതിയുടെ തുടർച്ചയോ ശ്രുതിക്ക് വിരുദ്ധമോ എന്ന് തർക്കങ്ങളുള്ള തന്ത്രാഗമങ്ങൾ എന്തു പറയുന്നു? തർക്കങ്ങളെ നമുക്ക് മാറ്റിവെക്കാം. കാരണം ശ്രുതിയുടെ പൂർണ്ണമായ തുടർച്ച തന്നെയാണ് തന്ത്രാഗമങ്ങൾ. അത് കാശ്മീരി തന്ത്രമായാലും ഗൗഡതന്ത്രമായാലും കൈരളി തന്ത്രമായാലും 3 തന്ത്രങ്ങളാണ് പ്രസിദ്ധങ്ങൾ. സർവശ്രേഷ്ഠനായ ഉപനിഷത്തിന്റെ എക്കാലത്തെയും വിഖ്യാത വ്യാഖ്യാതാവായ ആചാര്യ ശങ്കരൻ തന്നെ തന്ത്രാഗമത്തില് അത്യുജ്വലമായ ഒരു കൃതി നമുക്ക് നൽകിയിട്ടുമുണ്ട്, പ്രപഞ്ചസാര തന്ത്രം. ഇരിക്കട്ടെ, തന്ത്രത്തിലേക്കുള്ള ഈ വഴി മാറ്റം വൈദികിയിൽ നിന്ന് എങ്ങനെയാണ് സംഭവിച്ചത്? യഥാ അഭ്യുദയ നിശ്രേയസ സിദ്ധി സ ധർമ്മ എന്ന് ജൈമിനി. പൂർവമീമാംസയെ സംബന്ധിച്ചിടത്തോളം ധർമ്മജിജ്ഞാസമാനന്മാർക്കുള്ളതാണ്. ശങ്കര വേദാന്തത്തിന്റെ ആധുനിക വക്താക്കളിൽ നിന്നാണ് ജൈമിനീയ ശാഖയ്ക്ക് കേരളത്തിൽ ഏറ്റവും വലിയ ശോഷണം സംഭവിച്ചിട്ടുള്ളത്. കാരണം കേരളീയരായ ശങ്കര വേദാന്തികൾ ഒന്നും വന്നത് ത്രൈവർണിക സങ്കല്പങ്ങളിൽ നിന്നല്ല. അതും കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. ഇന്ന് കേരളത്തിൽ വർണ്ണാശ്രമങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്നതാണ് കൂടുതൽ ശരി. കാരണം കേരളത്തിലെ കേരള ബ്രാഹ്മണരുൾപ്പെടെ കുടിയേറ്റക്കാരാണ്. ഒരു കുടിയേറ്റ ജനതയ്ക്ക് കിട്ടാവുന്ന മാന്യതകൾക്കെന്നും പരിമിതിയുണ്ട്. കുടിയേറുമ്പോൾ അവിടെ നിലനിൽക്കുന്ന രാജാക്കന്മാരോടും അവിടെ നിലനിൽക്കുന്ന സംഘടനകളോടും പിൻപറ്റിക്കൊണ്ട് സ്വന്തം ധർമ്മത്തെ വിലക്ഷണമാക്കി അല്ലാതെ മുന്നേറുവാൻ സാധ്യവുമല്ല. ആഗമനത്തിന്റെ കഥയും മറ്റൊന്നല്ല. സ്വവംശത്തിലെ സ്ത്രീയെ മൂത്തവന് മാത്രം വിവാഹം കഴിക്കുവാൻ അനുമതി ലഭിക്കുകയും മറ്റുള്ളവർക്ക് യഥേഷ്ടം സംബന്ധത്തിന് അനുവാദം നൽകുകയും ചെയ്യുമ്പോൾ ബ്രാഹ്മണ്യം മറന്നുപോയി തങ്ങളുടെ ഔരസ സന്താനങ്ങൾ പലപ്പോഴും വേദനിക്കപ്പെടുന്നു. പെരിഞ്ചല്ലൂർ ആഗമനവും മറ്റുമാണ് ഞാൻ സൂചിപ്പിച്ചത്. സൂചന മതിയാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു തീർക്കേണ്ടതുകൊണ്ട് ഞാൻ ഓരോന്നിനെയും വിശദീകരിച്ചാൽ സമയം പോരാതെ വരുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ കേരളത്തിലേക്ക് എത്തിയ ബ്രാഹ്മണ്യം അവരുടെ ദേശത്ത് വസ്തുതാപരമായി സാധിച്ചെടുത്ത കാര്യങ്ങൾ സാധിച്ചെടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഈ അപജയം വരില്ലായിരുന്നു എന്ന് കൂടി സൂചിപ്പിക്കാനുണ്ട്. കേരളത്തിൽ ക്ഷത്രിയരില്ല, വൈശ്യരില്ല, ബ്രാഹ്മണരില്ല. കാരണം ഉപനയനമുള്ളവർ
ബ്രാഹ്മണർ മാത്രമാണ്, അവർ വന്നവരുമാണ്. ഉപനയനമില്ലാതെ വൈദികയിലേക്ക് പ്രവേശിക്കാനും ആവില്ല. ആധുനിക കാലത്ത് ചില ആചാര്യന്മാർ മറ്റു സമൂഹങ്ങളിൽ ഉപനയനം തുടങ്ങി പുതുതായി കശ്യപ ഗോത്രത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നു എന്നത് മറ്റൊരു കഥയാണ്. എത്രത്തോളം വിജയകരമാകും അതേക്കുറിച്ചൊക്കെ ചർച്ച അർഹിക്കുന്നതാണ്. അപ്പോ ബ്രാഹ്മണ്യം അതിൻ്റെ ശരിയായ തലങ്ങളിൽ നിന്നിരുന്നു എങ്കിൽ ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും സന്യാസവും ഉണ്ടാകേണ്ടതാണ്. അതിൻ്റെ ശോഷണമാണ്, വർണ്ണാശ്രമധർമ്മങ്ങളുടെ ശോഷണമാണ്. ഇതിനെല്ലാം വഴിവെച്ചത് എന്നുള്ളത് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുവാനാണിത് പറഞ്ഞത്. ശരിയായ തലങ്ങളിൽ ഉപനയനത്തെ, സമാവർത്തനത്തെ, ഇതര സംസ്കാര കർമ്മങ്ങളെ കൊണ്ടുപോയിരുന്നു എങ്കിൽ അത്യപൂർവമായി ചില പിടിവാശിക്കാരായ യാഥാസ്ഥിതിക ബ്രാഹ്മണരെ മാറ്റി നിർത്തിയാൽ ഇതിലൊട്ടു വളരെയും സംസ്കാര കർമ്മങ്ങളില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു. ഇതിലേറ്റവും ശോഷിച്ചു പോയത് വിവാഹമാണ്. ഇതര സമുദായങ്ങളുടെ പുടവ കൊടുക്കലിലേക്ക് ഇത് മാറിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാലത്ത് ഉപനയനം, സമാവർത്തനം, ഒന്നാമത് ക്ഷേത്രമണ്ഡപങ്ങളെല്ലാം തന്നെ വേദഘോഷങ്ങൾ കൊണ്ട് മുഖരിതമായിരുന്നു. ഒരു 30 കൊല്ലമായിട്ട് ഒരു ക്ഷേത്രത്തിലും ആംനായമില്ല. പുതുതായി ചിലയിടത്ത് തുടങ്ങാൻ ഒരുങ്ങിയിട്ടുണ്ട്. ചിലയിടത്ത് ചിലരൊക്കെ വന്നിരുന്ന് കഷ്ടിച്ച് ഒരു ചടങ്ങിന് ജപിച്ചു പോകുന്നു. അതില്ലാന്നില്ല. അതൊക്കെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം. സുസ്വരയായി വേദമാതാവിനെ വന്ദിക്കുക, അത് കഴിഞ്ഞിട്ട് ജീവിതം തുടങ്ങുക. അതൊക്കെ നിന്നിട്ടുണ്ട്. അഗ്നിപൂജനം ഇതര സമുദായങ്ങൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ നല്ലൊരു വ്യവസായമായി വളർന്നിട്ടുണ്ട്. അതിനുള്ള വിറകും പറ്റും. ദർശവും പൗർണമാസവും ബ്രാഹ്മണ്യത്തിൽ നിന്ന് അന്യമായി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അഗ്നിസോമങ്ങളില്ലാതെ എങ്ങനെ മഴ പെയ്യും? അഗ്നിസോമങ്ങളില്ലാതെ എങ്ങനെ ജീവൻ പുഷ്ടി പ്രാപിക്കും? ഇതെല്ലാം ആരുടെ മസ്തിഷ്കത്തിലാണ് നിലനിന്നത്? ബ്രാഹ്മണ്യത്തിന്റെ മസ്തിഷ്കത്തിൽ തന്നെയാണ്. അതിൽ അഭിമാനം കൊള്ളുമ്പോൾ എൻ്റെ ഉപ്പുപ്പ കാനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ പറഞ്ഞാൽ പോരാ. ആനയെ കാണിക്കണം. എന്തുകൊണ്ട് കുലങ്ങളിൽ തപസ്വികൾ ജനിക്കുന്നില്ല? പൂർവരൂപമായ മാതാവും ഉത്തരരൂപമായ പിതാവും സന്ധിയായ പ്രജയും വൈദികി അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്.
ദൃഷ്ടാന്ത ദാഷ്ടാന്തിക ന്യായത്തിലെടുത്താൽ മാതാവിനാണ് പ്രാധാന്യം. ആധുനിക ലോകം ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത് ബ്രാഹ്മണ സ്ത്രീകളാണെന്നൊരു ധാരണ കടത്തിവിട്ടതിലൂടെയാണ് മറ്റൊരു ദിശയിൽ ബ്രാഹ്മണ്യം നശിക്കുവാനിടയായത്. ധർമ്മപത്നിയുടെ സ്ഥാനം കാമപത്നികളിലേക്ക് മാറിക്കഴിഞ്ഞു. ഇതെല്ലാം നിങ്ങൾ ചിന്തിക്കണം. അത് കഴിഞ്ഞു വേണം പാരമ്പര്യമായി ഇതിനെ നിലനിർത്തുവാൻ ശ്രമിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ സമൂഹം നിങ്ങളെ ആദരിച്ചു തുടങ്ങും. പരിഗ്രഹം നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറാനാവും. അഭ്യുദയവും നിശ്രേയസവും ഉണ്ടാക്കുന്ന ധർമ്മം കർമ്മത്തിൽ അധിഷ്ഠിതമാക്കിക്കൊണ്ടാണ് ജൈമിനി മുന്നേറിയത്. കർമ്മം കൊണ്ട് മാത്രമേ അന്ധക്കരണം വിശുദ്ധമാവൂ. വിശുദ്ധാന്തക്കരണന് മാത്രമേ ആത്മലോകത്തേക്ക് പ്രവേശിക്കാനാവൂ. ബ്രഹ്മസൂത്രത്തിന് ഭാഷ്യം ചമയ്ക്കുമ്പോൾ അത്യുന്നതനായ ശങ്കരൻ സാധനാചതുഷ്ടയ സമ്പത്തി മാത്രം മതി എന്നാണ്. വിവേകം, വൈരാഗ്യം, ശമാധിശക്ത സമ്പത്തി, മുമുക്ഷുത്വം, ഇത് അന്ധക്കരണ വിശുദ്ധിയുള്ളവനുണ്ടാകുന്നതാണ്. കർമ്മകാണ്ഡം കൊണ്ട് അന്ധക്കരണ വിശുദ്ധി നേടി കടന്നു പോകുന്ന ലോകം. അഗ്നി വിശുദ്ധനായി ഭൂർലോകവും ഭൂവർലോകവും സ്വർലോകവും തുടങ്ങി ഉപരിയായ സപ്തലോകങ്ങളിലൂടെ ഹേ വത്സ വരൂ എന്ന് വിളിച്ചുകൊണ്ട് പുരോഹിതനായ അഗ്നി കൂട്ടിക്കൊണ്ട് ചെല്ലുന്ന ലോകം. ആ വിശുദ്ധി നേടിക്കഴിഞ്ഞ ലോകങ്ങൾ. ഇവിടെയാണ് വൈദികി ദൃഷ്ടവും അദൃഷ്ടവും ദൃഷ്ടാദൃഷ്ടവുമായ കാര്യങ്ങളെ പറഞ്ഞു. കർമ്മത്തിൽ ഏറ്റവും അന്ധക്കരണ വിശുദ്ധിക്ക് പ്രായശ്ചിത്തങ്ങളാണ് അനിവാര്യം. സായണൻ ഇത് വളരെ വിപുലമായി എഴുതിയിട്ടുണ്ട്. സായണൻ എഴുതിയതിലൊരു തമാശയും കൂടെ ഞാനിപ്പോൾ സൂചിപ്പിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ശൂദ്രൻ സ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണന് പൂജ വന്നാലുള്ള പ്രായശ്ചിത്തം വളരെ വിപുലമാണ്. കേരളത്തിലേക്ക് ബ്രാഹ്മണ്യം വരുമ്പോൾ ഇവിടുത്തെ ക്ഷേത്രങ്ങൾ ആരുടേതാണ്? അത് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. അതിൻ്റെ പ്രായശ്ചിത്തങ്ങളെയും ചിന്തിക്കേണ്ടതാണ്. കർമ്മത്തെ കൊണ്ടുപോകും. സായണ സങ്കല്പങ്ങളിലൂടെയാണല്ലോ കർമ്മകാണ്ഡം മുഴുവൻ പോകുന്നത്. അതിൻ്റെ വ്യാഖ്യാനം ആധുനികമായ അദ്ദേഹത്തിൻ്റെതാണ്. ദൃഷ്ടം, അദൃഷ്ടം, ദൃഷ്ടാദൃഷ്ടം, അല്ലെങ്കിൽ ഉഭയം, 3 തരത്തിലാണ് പരിഹാരങ്ങളുള്ളത്. ജീവിത പ്രശ്നങ്ങൾ, പ്രശ്നപരിഹാരങ്ങൾക്കാണ് തന്ത്രാഗമങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ദൃഷ്ടങ്ങളെ ഔഷധങ്ങൾ കൊണ്ടും അദൃഷ്ടങ്ങളെ പ്രായശ്ചിത്ത കർമ്മങ്ങളെ കൊണ്ടും ദൈവവപാശ്രയം കൊണ്ടും ദൃഷ്ടാദൃഷ്ടങ്ങളെ ഔഷധവും പ്രായശ്ചിത്തവും ഒരുമിച്ച് ചേർത്തും പരിഹരിച്ചു പോകുന്ന ഒരു വിപുല ലോകമാണ് തന്ത്രത്തിൻ്റെത്.
ഉണ്ട്. എല്ലാ തന്ത്രഗ്രന്ഥങ്ങളും നിങ്ങളിന്ന് കേരളത്തിൽ ഉപയോഗിക്കുന്ന പ്രയോഗ സമുച്ചയവും ശേഷസമുച്ചയവുമായിരിക്കും. സംസ്കൃതത്തിൽ അഭിജ്ഞന്മാരായവരും സംസ്കൃതത്തിൽ അഭിജ്ഞന്മാരല്ലെങ്കിൽ ആംഗലേയ ഭാഷയിലോ ഹിന്ദിയിലോ പരിജ്ഞാനം നേടിയവരും മറ്റു തന്ത്രഗ്രന്ഥങ്ങളും പരിശോധിച്ചിട്ടുണ്ടാവും. പാശ്ചാത്യർക്ക് വളരെ പ്രിയങ്കരമാണ് ഭാരതീയ തന്ത്രശാസ്ത്രം. അതുകൊണ്ട് അവർ പലപ്പോഴും കളിപ്പിൽപ്പെടുന്നുമുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട വ്യക്തികൾ, കേരളത്തിൽ ഒറ്റപ്പെട്ട കുടുംബങ്ങൾ ഇവയൊക്കെ തന്ത്രത്തിൽ ശ്രേഷ്ഠ പദവിയിലേക്ക് അടുത്ത കാലത്തെത്തിയിട്ടുണ്ട്. ശാസ്ത്രം പാരമ്പര്യമായി പഠിച്ചതിൻ്റെ പേരിലല്ല, ചിലത് പൂർവജന്മ സംസ്കാരം കൊണ്ട്. അത് വളരെ ഉത്തമമാണ്. അവരും ചിലത് പ്രകടനപരത കൊണ്ട്, ചിലത് ശരീര സൗന്ദര്യാദി പ്രകടനങ്ങൾ കൊണ്ട്. ഇവരിലധികവും ഇന്ന് വിദേശങ്ങളിലാണ് വിരാജിക്കുന്നത്. വിദേശ ഭരണാധികാരികളിൽ പലരും അവരുടെ ചൊൽപ്പടിയിലാണെന്ന് പോലും പറയാം. ഭാരതത്തിൻ്റെ ഭരണാധികാരികൾ അത്തരം തന്ത്രിമാരെ ഉപയോഗിക്കുന്നുവെങ്കിൽ പലപ്പോഴും പല കാര്യങ്ങളിലും നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സഹായകവുമായേക്കാവുന്നതാണ്. കേരളീയ ജ്യോതിഷത്തിലും കേരളീയ തന്ത്രത്തിലും പരിനിഷ്ണാതന്മാര് എന്ന പൂർവജന്മം കൊണ്ടോ പരിനിഷ്ണാതന്മാരെന്ന് നടിക്കുന്നത് കൊണ്ടോ പരിനിഷ്ണാതന്മാരെന്ന് ഭാവഹാവാദികളിൽ കാണിക്കുന്നത് കൊണ്ടോ അങ്ങനെ വിരാജിക്കുന്നവരെ മാറ്റി നിർത്തിയാൽ സാമ്പ്രദായികമായി പഠിച്ചു വന്നവർ അവരുടെ കയ്യിൽ, ഞാൻ മുമ്പ് പറഞ്ഞവരുടെ ആരുടെയും കയ്യിൽ ആഗമതന്ത്രങ്ങളുടെയോ നിഗമതന്ത്രങ്ങളുടെയോ സമുജ്വലങ്ങളായ പഠനങ്ങളുള്ളത് കൊണ്ടല്ല, ക്രിയാപരത കൊണ്ടാണ്. ക്രിയാപരതയ്ക്ക് പലപ്പോഴും വൈകല്യങ്ങൾ സംഭവിക്കും. ഇവിടെയും തന്ത്രിമണ്ഡലം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ക്രിയകളെ സമാനങ്ങളാക്കിയെടുക്കുക. എല്ലാ ഹവനങ്ങളും ഓരോരുത്തരും ഓരോ തലത്തിൽ ചെയ്യുക. ഓരോ തലത്തിൽ ദ്രവ്യങ്ങൾ സമാഹരിക്കുക. ആളുകൾക്ക് ലിസ്റ്റ് കൊടുക്കുമ്പോൾ കഴിഞ്ഞ തവണ ചെയ്ത ആൾ കൊടുത്ത ലിസ്റ്റല്ല അടുത്ത തവണ ആൾ കൊടുക്കുന്നു. ചോദിക്കുമ്പോൾ പറയുന്നത് അത് എൻ്റെ ഗുരുവിൻ്റെ പ്രോക്തമാണ്. തൻ്റെ ഗുരുവിൻ്റെ പ്രോക്തം മാത്രമായാൽ പോരാ, ശ്രുതിയുടെ തന്ത്രത്തിൻ്റെയൊക്കെ അനുമതി ഇതിനെങ്ങനെയാണ്. അതാണ് പാരമ്പര്യം. വരുന്നയാളിന് ഇഷ്ടപ്പെട്ടാൽ ഉഴുന്നുവടയും പരിപ്പോടയും ഒക്കെ നിവേദിക്കാം. അതൊക്കെ എന്തെല്ലാം രോഗങ്ങളുണ്ടാകും. ഇതൊക്കെ തന്ത്രാഗമ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ? ഏത് പുഷ്പവും കൊണ്ടുവരാം, വിഷപുഷ്പങ്ങൾ വരെ. അപ്പൊ ഇതിനൊക്കെ ഒരു ക്രമമായ രീതി ഉണ്ടാക്കിയില്ലെങ്കിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നതാണ്. ചിന്തിക്കുന്നവർക്ക് വിശ്വാസം നഷ്ടപ്പെടും. പലരുടെയും ജീവൻ അപകടത്തിലും പെടും ഈ വഴിയുണ്ട്. പഴയ കാലത്ത് ക്ഷേത്രത്തിലെ നിർമാല്യം എടുത്തുകൊണ്ടുപോയി പൊടിച്ചു കൊടുത്താൽ ഉന്മാദം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ മാറുന്ന വിധം ഔഷധങ്ങളായിരുന്നു. അങ്ങനെ മാത്രം ചികിത്സിച്ച ഒരാൾ മൂവാറ്റുപുഴയിലുണ്ട്. അങ്ങനെ മാത്രം വളരെ ഫലപ്രദമായി. നിവേദ്യങ്ങൾ
100% ഔഷധങ്ങളായിരുന്നു. എല്ലിൽ വരുന്ന ക്യാൻസർ ഉൾപ്പെടെ മാറ്റുന്നതാണ് കദളിപ്പഴം. ആ കദളിപ്പഴം അങ്ങ് മാറ്റി പാളയംകുടം പഴവും ആവാം, കിട്ടുന്ന ഏത് പഴവും ആവാം. ഒന്നും കിട്ടിയില്ല, മുന്തിരിങ്ങ ആയാലും മതി തിരുമധുരത്തിന്. അടുത്ത കാലത്താണ് ഒരു ക്ഷേത്രത്തിൽ ചെന്നപ്പം തിരുമധുരം കൊണ്ടുതന്നപ്പം മുന്തിരിങ്ങയും പഞ്ചസാരയൊക്കെയാണ്. ചോദിച്ചു പറഞ്ഞു, ഇവിടുത്തെ വിധി ഇതാണ് എന്നു മുതൽ. നിങ്ങളിതൊന്ന് പഠിക്കണം. ഒരു പ്രോജക്റ്റ് എടുത്ത് കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ പ്രാചീന നിവേദ്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു പഠനം നടത്തി യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിച്ചൊരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് ഉപദേശം കൊടുത്ത ഒരു സ്വാമിജിയാണ്. നീ ഇങ്ങനൊരു പ്രോജക്റ്റ് എടുത്തു നോക്കാം, അത് കൃത്യമായി നീ പഴയ രീതിയിൽ ഉണ്ടാക്കിയതാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് ആ തന്ത്രിയെ കണ്ട് ആ പൂജാരിയെ കണ്ട് പഴയ രീതിയിൽ ഉണ്ടാക്കുന്ന ആരുണ്ട് എന്ന് അന്വേഷിച്ച് ഉണ്ടാക്കി ആളുകൾക്ക് കൊടുത്ത് അതിന് ഔഷധമൂല്യമുണ്ടോ എന്ന് നോക്കിയിട്ട് പ്രോജക്റ്റ് സമർപ്പിക്കും. പ്രോജക്റ്റ് വളരെ വിജയമായി. ഇതൊക്കെ തന്ത്രിമണ്ഡലം ചെയ്യേണ്ടത്. പഴയ കാലത്ത് കൊടുത്തിരുന്ന പായസാദികൾ ലളിതാ സഹസ്രനാമത്തിലെ 7 ധാതുക്കളിലെ ദേവതകളെ, ഡാകിനി തുടങ്ങിയുള്ള ദേവതകളെ, അവർക്ക് സമർപ്പിക്കുവാനുള്ള നിവേദ്യങ്ങളെ, അതുകൊണ്ട് മാത്രം ആ ധാതുക്കളിൽ വരുന്ന രോഗം മാറുന്നതിന് വിപുലമായൊരു ഔഷധശാഖ തന്ത്രഗ്രന്ഥങ്ങളിലെല്ലാം പരന്നു കിടക്കുക. നിഷിദ്ധങ്ങളെന്ന് വിശേഷിക്കുന്ന കാമികാദികളിൽ പോലും ശിവൻ വഞ്ചിക്കുവാൻ ഉപദേശിക്കുന്ന ഭൈരവാഷ്ടകങ്ങൾ ഉൾപ്പെടെയുള്ള 64 തന്ത്രങ്ങൾ, അവയിൽ പോലും ഔഷധങ്ങളുടെ എണ്ണത്തിന് തീരെ കുറവില്ല. ഏതെടുത്തു കൊടുത്താലും ഫലമാണ്. പ്രസിദ്ധങ്ങളായ തന്ത്രഗ്രന്ഥങ്ങളെ എടുത്ത് സംസ്കൃത അഭിജ്ഞന്മാരായ തന്ത്രിമാർ താല്പര്യമുള്ള ശിഷ്യന്മാരോടുകൂടി അതിലെ ഔഷധക്കൂട്ടുകളെ കൃത്യമായി എഴുതിയുണ്ടാക്കി അവ ക്ഷേത്രങ്ങളിൽ നിന്ന് കൊടുക്കുമ്പോൾ വിശ്വാസവും ഭക്തിയും ഔഷധവും സമഞ്ജസമായി ചേരുന്നിടത്ത് സകല രോഗങ്ങളും മാറും. ഒരു 40 കൊല്ലം മുമ്പ് ഒരു ബ്രാഹ്മണനെ പോലും ആശുപത്രിയിൽ കണ്ടിരുന്നില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ അവർ വന്ന് കയറുന്നു എന്ന് തോന്നുന്നു. ഒന്ന് ജീവിത രീതിയുണ്ട്, 2 ക്ഷേത്ര ഉപാസകന്മാരെ ആശുപത്രികളിൽ കണ്ടിരുന്നില്ല. ക്ഷേത്രം മാനവ പ്രശ്നങ്ങളുടെ എല്ലാത്തിൻ്റെയും ഒരു പരിഹാര കേന്ദ്രം എന്ന നിലയിൽ തന്നെ വർത്തിച്ചിരുന്നു. കാരണം അവിടെ അനന്തപുരുഷ മഹായജ്ഞമാണ് നടന്നിരുന്നത്. വിരാട് രൂപത്തെ പ്രതിഷ്ഠിച്ച് വിരാട് രൂപത്തിൻ്റെതാണ് ഈ ഭൂമിയെന്ന് ഉറപ്പുവരുത്തി സർവസംഘങ്ങളും പരിത്യജിച്ചവരുടെ ഉപാസനാരീതികൾ, സ്വന്തം സ്ഥൂല ശരീരത്തെ അസ്ത്രാദി മന്ത്രങ്ങളാൽ ദഹിപ്പിച്ച് മാനവ ശരീരം വിഴിഞ്ഞ് ദേവശരീരം സ്വീകരിച്ചവർ അത് ചെയ്യാതെ ഭൂദേവന്മാരാണെന്ന് ഞെളിഞ്ഞ് നടന്നതുകൊണ്ടാണ് സമൂഹം നിങ്ങളെ നിന്ദിച്ചത്. മന്ത്രം കൊണ്ട്
ഈ ശരീരത്തെ ദഹിപ്പിച്ച് മന്ത്രശരീരം സ്വീകരിച്ച് മന്ത്രാഭിവ്യക്തിയിൽ ശരീരമില്ലാത്തതെന്ന് വൈദികി പലവരും പറഞ്ഞിട്ടുള്ള ഇന്ദ്രാദി ദേവതകൾക്കെല്ലാം ശരീരം കൽപ്പിച്ച്, മന്ത്രശരീരം കൽപ്പിച്ച് അവരുടെ ശരീരത്തിൻ്റെ പ്രതീകങ്ങളായ ധ്യാന ശ്ലോകങ്ങളും അവരുടെ ഓരോ അംഗങ്ങളിലും നസിക്കുന്ന ന്യാസവും താന്ത്രികമായി കൽപ്പിച്ചു കൊണ്ടുവന്ന ആ ധിഷണ എക്കാലത്തും നമസ്കരിക്കപ്പെടേണ്ടതാണ്. ധൈഷണിക ലോകത്ത് ഇത്രയും വലിയൊരു വിപ്ലവം ഇതുവരെ നടന്നിട്ടില്ല, ഇനി മുന്നോട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. അതിനെ പരിമിതമായി കണ്ടതാണ് സമൂഹത്തിൻ്റെ വിനാശത്തിന് വഴിയൊരുക്കിയത്. അതുകൊണ്ട് തന്ത്രാഗമങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങാൻ ദൃഷ്ടങ്ങളും അദൃഷ്ടങ്ങളും, അദൃഷ്ടങ്ങളെ മന്ത്രങ്ങൾ കൊണ്ട് മാത്രം, മന്ത്രചികിത്സയും മന്ത്രപദ്ധതികളും കേവലം ഒന്നോ രണ്ടോ കുടുംബങ്ങളിലേക്ക് ഒതുങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ തന്നെ ഭയന്നാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ കൃത്യമായി വിധിവിഹിതമായി കാര്യങ്ങളെ ചെയ്യുവാനുള്ള ഒരു സന്മനസ് ബ്രാഹ്മണ്യത്തിനുണ്ടായാൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ തേജസ് വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ എന്തെല്ലാം സംഘടനാ പ്രവർത്തനം നടത്തിയാലും അവകാശങ്ങൾക്ക് മുഴവിളി കൂട്ടുന്ന ഒരു തൊഴിലാളി സംഘടനയിലേക്ക് അപ്പുറത്തേക്ക് ഇത് വികസിക്കില്ല. പലപ്പോഴും പ്രസ്ഥാനങ്ങൾ തൊഴിലാളി സംഘങ്ങളായാണ് വളരുന്നത്. തൊഴിലാളി സംഘടനകൾക്കൊരു ഉദ്ദേശമേ ഉള്ളൂ, അതിലെ കൊള്ളിക്കരുതാത്തവർ, അതിലെ ദുരാചാരന്മാർ, അതിലെ പഠിപ്പില്ലാത്തവർ, അവരെ സംരക്ഷിക്കാനുള്ളതാണ് സംഘടനകൾ എല്ലാ കാലത്തും. ഏത് സംഘടന എടുത്താലും ആ സംഘടന നടത്തിയിട്ടുള്ള സമരങ്ങളെല്ലാം പിരിച്ചുവിടലിനെതിരെയാണ്. ആ പിരിച്ചുവിടപ്പെട്ടതിൽ നല്ലൊരു ശതമാനവും ഞാൻ പറഞ്ഞ വർഗത്തിൽപ്പെട്ടവരായി. ധർമ്മമുള്ളവനെ പിടിച്ചു നിൽക്കുവാൻ സംഘടന ആവശ്യമില്ല. ധർമ്മമുള്ളവൻ എന്നും ഏകർഷിയാണ്. എന്നും നിങ്ങൾ ജപിക്കുന്നതാണല്ലോ പൂഷൻ ഏകർഷേ യമസൂര്യ പ്രാജാപത്യ വ്യൂഹരശ്മി സമൂഹ തേജോവത്തേ രൂപം കല്യാണതമം തത്തേ പശ്യാമി യോസാവസൗ പുരുഷ സോഹമസ്മി. എന്നും ഒന്ന് ക്ഷേത്രനടയിൽ നമസ്കരിക്കുമ്പോൾ പോലും ആ സ്വർണം കൊണ്ട് മൂടിവെച്ചിരിക്കുന്ന സത്യത്തെ ഹിരൺമയേന പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം പൂഷം നപാവനു സത്യധർമായ ദൃഷ്ടയെ എന്ന് ജപിക്കുന്നവർ ഏകർഷിയായി പോകുന്നവൻ അവരെന്തിനായിരിക്കണം കൂടുന്നത്? അങ്ങനെയുള്ളവരുടെ കൂട്ടം അനേക കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്.
വൈദിക കാലത്ത് തന്നെ അനേകം ഉപനിഷത്ത് പരിഷത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ യാജ്ഞവൽക്യനും മറ്റും സഭയെ കോൾമയിർ കൊള്ളിച്ചിട്ടുണ്ട്. ഗാർഗിയും മൈത്രേയിയും. എന്തിന് വേദ മന്ത്രദ്രഷ്ടാക്കളായ ഋഷിണിമാർ, അപാല ആത്രയി, വിശ്വവാര ആത്രയി, വാഗംഭൃണി, കോശ കാക്ഷീവതി, എന്നിട്ടും എന്തേ നിങ്ങൾ സ്ത്രീകൾക്ക് ഓങ്കാരം ജപിക്കാമോ? സ്ത്രീകൾക്ക് മന്ത്രം ജപിക്കാമോ? ധർമ്മപത്നിയെ സങ്കല്പിക്കുന്ന ബ്രാഹ്മണ്യം, ഇതൊക്കെ തെറ്റായി പഠിപ്പിക്കുന്നതിന് പകരം തന്ത്രഗ്രന്ഥങ്ങളും അതിൽ പ്രത്യേകിച്ച് ആഗമങ്ങളും നിഗമങ്ങളും, ശിവൻ പാർവതിക്ക് ഉപദേശിക്കുന്നതും പാർവതി ശിവൻ ഉപദേശിക്കുന്നതും. പാർവതി സ്ത്രീയല്ലേ? നിഗമഗ്രന്ഥങ്ങൾ മുഴുവൻ അതാണ്. ആഗമങ്ങളും നിഗമങ്ങളും നിങ്ങളോടിത് പറയുമ്പോൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ചെന്ന് പാവം പിടിച്ച ബ്രാഹ്മണ സ്ത്രീ തന്നെ ചിലപ്പോൾ ചോദിക്കും, ഞാൻ ഗായത്രി ഒന്ന് ജപിച്ചോട്ടെ. സാധ്യമല്ല. ഇതിനൊരു വിധി നിങ്ങളുണ്ടാക്കുക. സാധ്യമായത്, സാധ്യമല്ലാത്തത്. സാധ്യമല്ലെങ്കിൽ എന്തുകൊണ്ട്? ഏത് ശ്രുതിവാക്യമാണ് അതിന് പ്രമാണമായുള്ളത്? ഏത് തന്ത്രവാക്യമാണ് അതിന് പ്രമാണമായുള്ളത്? അതല്ല കേവലം അടുത്ത കാലത്തൊന്നും ഒരു ആചാരം മാത്രമാണ്. ആചാരങ്ങൾ മാറി മറിയുന്നതാണ്. ധർമ്മജിജ്ഞാസമാനാനാം പ്രമാണം പരമം ശ്രുതി എന്നാണ്. ശ്രുതിയിലില്ലെങ്കിൽ ഒരിക്കലും സ്വീകരിക്കേണ്ടതാണ്, സ്മൃതിയിൽ ഉണ്ടെങ്കിൽ പോലും. ആ നിലയിലൊരു ചർച്ച, ഒരു പഠനം, ഒരു അന്വേഷണം ഒക്കെ ആവേണ്ട സമയം വളരെ വളരെ അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നിലയിൽ സ്ത്രീകൾക്കിതിലെന്താണ് പങ്ക്? എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ എല്ലാം കുടുംബത്തിലുള്ളവർ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. കുറച്ചുപേര് വന്നിട്ടുണ്ട്. പ്രതിഷേധം കൊണ്ടല്ലെന്ന് വിചാരിക്കുന്നു, കൃത്യാന്തര ബാഹുല്യം കൊണ്ടായിരിക്കുമെന്ന് സമാധാനിക്കുന്നു. എന്നിരുന്നാലും കുറച്ചുപേരെങ്കിലും ഇതൊക്കെ പ്രാചീനമാണെന്ന് വിശ്വസിക്കുന്നവരായിരിക്കും. അത് മാറുന്നത് നിങ്ങളുടെ നിർബന്ധം കൊണ്ടല്ല, നിയമം കൊണ്ടല്ല, പ്രേരണ കൊണ്ടുമല്ല, പഠനം കൊണ്ടാണ്. ജ്ഞാനം കൊണ്ട് മാത്രമേ ലോകത്ത് മാറ്റം ഉണ്ടാകൂ. അതിന് നിങ്ങൾ വൈദികയെ പരിശോധിക്കണം. വേദമന്ത്ര ദ്രഷ്ടാക്കൾ പുരുഷന്മാർ മാത്രമല്ല. അപാല ആത്രയുണ്ട്, വിശ്വവാര ആത്രയുണ്ട്, വാഗംഭൃണിയുണ്ട്, കോശ കാക്ഷീവതിയുണ്ട്. ഇവരൊക്കെ വളരെ പ്രസിദ്ധരുമാണ്. അത് വൈദികി. വൈദികിയുടെ രണ്ടാം ഭാഗമായ സംഹിത ഇങ്ങ് വിട്ടാൽ, ഇത് സംഹിതയിലെയാണ് ഞാൻ പറഞ്ഞത്. സംഹിതയാണല്ലോ നമ്മുടെ തന്ത്രാഗമങ്ങളോട് ചേർത്ത് വെച്ച് ചർച്ച ചെയ്യുന്നത്. സംഹിതയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് കളിപ്പിക്കാൻ പറഞ്ഞിട്ട് പോവുകയല്ല. സംഹിതയും കഴിഞ്ഞാൽ ഉപനിഷത്തുകൾ. ഉപനിഷത്തുകൾ ഗംഭീരമായിട്ടാണ് പറയും. പുരാണങ്ങൾ അതിനേക്കാൾ ഗംഭീരമായിട്ടാണ് പറയും. സാഹിത്യം അതിനേക്കാൾ ഗംഭീരമായിട്ടാണ് പറയും. എനിക്ക് ഓർമ്മ വരുന്നത് കാദംബരിയാണ്. അതിൽ മഹാശ്വേത യജ്ഞോപവീതവും ധരിച്ചു വരുന്ന ഒരു രംഗം തന്നെയാണ്. പ്രൗഢഗംഭീരമായ രംഗം, മറക്കാനാവാത്ത രംഗങ്ങളിലൊന്നാണ്. സ്മൃതിയാണെങ്കിൽ പറയുന്നത് പുരാകൽപേഷ് നാരീണാം മൗഞ്ചീബന്ധനമിഷ്യത എന്നാണ്. മൗഞ്ചിക്ക് യജ്ഞോപവീതം എന്ന അർത്ഥം മാറ്റിവെച്ച് അരഞ്ഞാണമെന്ന് അർത്ഥം കൽപ്പിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നവരുമുണ്ട്.
വളരെ ഗംഭീരമായി പ്രാചീന ഗ്രന്ഥങ്ങൾ പറയുമ്പോൾ അവയുടെ സത്യം, അവരുടെ ഉപയോഗക്രമം, അതുകൊണ്ട് സമൂഹത്തിനുണ്ടാകുന്ന മാറ്റത്തെ പുറകോട്ട് പിടിക്കാതെ മുന്നോട്ട് പോയാൽ നിങ്ങൾ ഗുരുക്കന്മാരായി കണക്കാക്കപ്പെടും. ഗുരുസ്ഥാനത്തേക്ക് വികസിക്കുന്നത് അങ്ങനെ. ആചാര്യൻ വേദസമ്പന്നനായിരിക്കണം, വിഷ്ണു ഭക്തനായിരിക്കണം, വിമത്സരനായിരിക്കണം, മന്ത്രജ്ഞനായിരിക്കണം, മന്ത്രഭക്തനായിരിക്കണം, മന്ത്രാർത്ഥതനായിരിക്കണം, ശുചിയായിരിക്കണം. ഈ ലക്ഷണമെല്ലാമുള്ള ഗുരു ആസ്തികനുമായിരിക്കണം. അപ്പോൾ വിപ്രത്വം, ബ്രാഹ്മണ്യം ഒരു തമാശയല്ല. ബ്രാഹ്മണ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ രണ്ടാം ജന്മമാണ്. സന്യാസമാകട്ടെ മരണം കഴിഞ്ഞുള്ള ഏർപ്പാടുമാണ്. ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ഉപനയനം നടത്തുന്നത് പിതാവ് അവനെ കാലപുരിയിലേക്കാണ് അയക്കുന്നത്. അങ്ങനൊരു ഉപനിഷത്ത് തന്നെയുണ്ട്, കഠോപനിഷത്ത് എന്ന് പറയും. പല ആചാര്യന്മാരും കാടകശാഖയെ മുഴുവൻ പഠിക്കാത്തതുകൊണ്ട് ഇത് കഥോപനിഷത്താണെന്നൊക്കെ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവും. യൗവനത്തിൻ്റെ ഉപനിഷത്തെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവരാരും ശ്രദ്ധിക്കാത്തൊന്നുണ്ടാവും. മൃത്യുരാചാര്യസ്തവ, മൃത്യുവാണ് നിന്റെ ആചാര്യം എന്നൊരു ശിശുവിനെ, 10 വയസ്സിന് താഴെയുള്ളൊരു ശിശുവിനെ ഇതാ ഓർമ്മിപ്പിക്കുകയാണ്. ഓർമ്മിപ്പിക്കുമ്പോൾ തൻ്റെ സർവസ്വവും ദാനം ചെയ്യുകയാണ്. കാരണം അവന് ബോധ്യമാകണം. അതിനാണ് വിശ്വജിത് യാഗം എന്ന് പറയുന്നത്. പഴയ കാലങ്ങളിൽ ഉപന്യം നടന്നിരുന്നത് അങ്ങനെയാണ്. പിതാവ് തൻ്റെ സകല സമ്പാദ്യങ്ങളും ദാനം ചെയ്യുന്നത് പുത്രൻ്റെ മുമ്പിൽ വെച്ചാണ്. ഉപനയന സമയത്ത് അവന് ചൊല്ലിക്കൊടുക്കുന്ന മന്ത്രം മൃത്യുവാണ് നിന്റെ ആചാര്യനെന്ന്. 3 പകലുകളും രാത്രികളും ആഹാരമില്ലാതെ, അശനമില്ലാതെ, 3 രാത്രികളിൽ ഉറക്കമില്ലാതെ അവൻ്റെ ശബ്ദാദികൾ അകത്തേക്ക് വലിഞ്ഞു വലിഞ്ഞു പോകുമ്പോൾ അവൻ മൃത്യുവിനെ മുഖാമുഖം കാണുകയാണ്. വിധിയാമണ്ണം ഉപനയന സംസ്കാരത്തിന് വിധേയമായിട്ടുള്ളവർ ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അവർക്ക് ഓർമ്മയുണ്ടാവും. മൃത്യുവിൻ്റെ മുഖത്തേക്ക് മെല്ലെ മെല്ലെ അടുക്കുമ്പോൾ അവൻ തൻ്റെ ആചാര്യനായി മൃത്യുവിനെ സ്വീകരിക്കുമ്പോൾ മൃത്യു അവന് 3 പ്രകൃഷ്ട വരങ്ങൾ നൽകുമ്പോൾ അഗ്നിചയനത്തിൻ്റെയും നാചികേതാഗ്നിയുടെയും പരമമായ സത്യത്തിൻ്റെയും വർണ്ണാഭങ്ങളായ ഇതിവൃത്തങ്ങൾ നൽകുമ്പോൾ അവൻ ഭൂലോകത്ത് നിന്ന് ഉപരിയായ മറ്റൊരു ലോകത്തേക്ക് ഉയരുകയാണ്. ആ ഉയർച്ച കഴിഞ്ഞ് വരുമ്പോൾ മാത്രമാണ് അവൻ ബ്രഹ്മചാരിയും ബ്രാഹ്മണനുമായിത്തീരുന്നത്, ക്ഷത്രിയനോ വൈശ്യനോ ആയിത്തീരുന്നത്. ബ്രാഹ്മണ്യം ഒരു പിള്ളകളിയല്ല. അങ്ങനെ കടന്നു വന്നവൻ ധർമാചരണത്തിനായിക്കൊണ്ട് പ്രാണനും രയിയും സമ്മേളിക്കേണ്ടതിൻ്റെ ആവശ്യകത അറിഞ്ഞ് പിതാവ് തൻ്റെ പുത്രനെ ഉപനയിപ്പിച്ചതുകൊണ്ട് ആ
പരമ്പരയെ നിലനിൽക്കുന്നതിന് വേണ്ടി അവനല്ലാതെ മറ്റൊരു സ്വപ്നവും പേരാനിടയില്ലാത്ത വിധം നിലകൊള്ളുന്ന ശൈശവ സഹജമായ നിഷ്കളങ്കതയുള്ള ഒരു പെൺകുട്ടിയെ, ആയുസ്സിനെ പറ്റി ബ്രാഹ്മണൻ ഭയപ്പെട്ടിട്ടില്ല. അതൊക്കെ അടുത്ത കാലത്താണ്. വിവാഹം കഴിഞ്ഞ് ഭർത്താവ് മരിച്ച് ഭാര്യ വിധവയായി താമസിക്കുമോ? പഴയകാലത്ത് അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതിന് കാരണം ശ്രുതി ആദ്യം തന്നെ ചെയ്യുന്നത് വിവാഹത്തിലും ഉപനയനത്തിലുമെല്ലാം ശതം ജീവ എന്ന ഇറുക്കാണ്. ആ ഇറുക്ക് പ്രത്യക്ഷ ശ്രുതിയാണ്, പ്രത്യക്ഷ ദേവതയാണ്. സത്യകാമനായവൻ ആ ഇറുക്കുരുവിടുമ്പോൾ ജീവിതം സതീഭവിക്കുകയാണ്. ശുഭേച്ഛ, സുവിചാരണ, തനുമാനസ, സത്വാഭക്തി, അസംസക്തി, പദാർത്ഥാഭാവനി, തുര്യക എന്ന 7 ചുവടുകൾ വലത്തെ കാലിൽ പിടിച്ച് പതിദേവനായവൻ സ്ത്രീയെ വയ്പ്പിക്കുമ്പോൾ സപ്തപതി കഴിഞ്ഞ് ശതം ജീവ എന്ന ഇറുക്ക്, പുണ്യാഹവും രാജഹോമവും സപ്തപതിയും ശതം ജീവയും അങ്ങനെ ഒരു 100 വർഷം ധർമ്മിഷ്ഠരായി ജീവിക്കുവാൻ ഉപദേശിക്കുന്ന സ്തുതി. ഇതൊക്കെ സങ്കല്പമുള്ളവന് മനസ്സിലാകുന്നത്, ഭാവനയുള്ളവന് മനസ്സിലാകുന്നത്, കാമനയുള്ളവന് മനസ്സിലാകാത്തതാണ്. അവിടെയൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ഉപന്യം കഴിഞ്ഞ് ഒരുവളെ ഏൽപ്പിച്ച് ലോകസംഗ്രഹത്തിനായി ധർമ്മിഷ്ഠരായി ജീവിക്കുവാൻ, എന്നിട്ട് ഒന്നിച്ച് ജീവിക്കുകയല്ല, സമാവർത്തനമെല്ലാം കഴിഞ്ഞ് പ്രായപൂർത്തി എത്തുമ്പോൾ അതിൽ ധർമ്മപുത്രനെ ഗർഭാധാന സംസ്കാരത്തിലൂടെ സാധിച്ചെടുക്കാൻ അതൊന്നും ഇന്നില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഗർഭാധാനമോ ധർമ്മപുത്രനെ കിട്ടുന്നതിന് വേണ്ടിയുള്ള പുംസവനമോ ഒന്നുമില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യപൂർവം യാഥാസ്ഥിതികന്മാർ ഇത് പുലർത്തുന്നുണ്ടാവും. ആരും അറിയാതെ, അറിഞ്ഞാൽ കുഴപ്പമാണ്. യാഥാസ്ഥിതികരല്ലാത്ത ബ്രാഹ്മണർ യാഥാസ്ഥിതികനായ ബ്രാഹ്മണനെ കാണുന്നത് എങ്ങനെയാണ്? പല കുടുംബങ്ങളെയും എനിക്കറിയാം, നല്ല ബന്ധവും അവരുമായുണ്ട്. അതുകൊണ്ടുകൂടി പറഞ്ഞതാണ്. അപ്പൊ കൃത്യമായ സംസ്കാര കർമ്മത്തിലൂടെ ഒരുവൻ കടന്നു പോവുകയും തൻ്റെ സമൂഹത്തെ കടത്തിക്കൊണ്ടു പോവുകയും അവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരം തൻ്റെ ദൃഷ്ടി കൊണ്ട്, തൻ്റെ ബാധാഘാതം കൊണ്ട്, തൻ്റെ കയ്യിലിരിക്കുന്ന ജലത്തിൽ തൻ്റെ വിരലൊന്ന് മുക്കി കൊടുക്കുന്നതുകൊണ്ട്, താൻ കാണുന്ന ജലത്തെ പവിത്രമാക്കി കൊടുക്കുന്നതുകൊണ്ട്, ജലത്തിൻ്റെ കാര്യമാണ് നിങ്ങളുടെ മന്ത്രിയും പറഞ്ഞത്. ജലം ഉപയോഗിച്ചാണ് ഒട്ടേറെ അത്ഭുതങ്ങൾ പൂർവികർ ചെയ്തത്. പുണ്യാഹത്തിന് 4 ബ്രാഹ്മണർ വേണം. പക്ഷേ ധർമ്മമീമാംസയിൽ ഒരാൾക്കും ചെയ്യാവുന്നതായിട്ടുണ്ട്. അങ്ങനെയാണ് ക്ഷേത്രങ്ങളിൽ വന്ന് പുണ്യാഹം ജപിച്ചു വാങ്ങിച്ചു കൊണ്ടുപോയി. പഴയകാലത്ത് കിണറുകളിലും കുളങ്ങളിലുമൊക്കെ കൂത്താടി വന്നാൽ
സാധാരണ ചെയ്തിരുന്നത് പുണ്യാഹം മേടിച്ചുകൊണ്ട് ഒഴിക്കുകയുള്ളൂ. പ്രായമായവർക്ക് ഇരിപ്പുണ്ടെങ്കിൽ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നുകൊണ്ട് ഒഴിച്ചാൽ ഈ കൂത്താടിയൊന്നും ചാകുന്നില്ല. പണ്ടാണെങ്കിൽ ഈ കൂത്താടി ചാകുകയല്ലേ ഇത്, കൂത്താടി ഇല്ലാതാകുക. ചത്തതിൻ്റെ ശവമൊന്നും ആ വെള്ളത്തിൽ കാണാറില്ല. വെള്ളത്തെ എങ്ങനെയാണ് ഇങ്ങനെ പവിത്രീകരിച്ചത്? ഈ തരുണത്തിൽ പ്രസിദ്ധനായ നിങ്ങളുടെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം ആസാദ് അദ്ദേഹത്തിൻ്റെ അഗ്നിച്ചിറകുകൾ എന്ന പുസ്തകത്തിൻ്റെ ഒരു പേജിൽ അദ്ദേഹത്തിൻ്റെ പിതാവും രാമേശ്വരത്തെ തന്ത്രിയും തമ്മിലുള്ളൊരു സംഭാഷണത്തിൻ്റെ ഭാഗവും കൊടുത്തിട്ടുണ്ട്. വെള്ളം ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അത്ഭുതങ്ങൾ, ആധുനിക മനുഷ്യന് മനസ്സിലാകാത്ത പല രഹസ്യങ്ങളും ഉണ്ടെന്ന് സമ്മതിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ പിതാവിനെയും ആ തന്ത്രിമുഖ്യനെയും സ്മരിക്കുന്ന ഒരു രംഗവും. അപ്പം ഞാൻ പറഞ്ഞത് ആധുനികരും സമ്മതിക്കുന്നുണ്ട് ഒരു ഭാഗം വരെ. അപ്പോ ആ പഴയ കാലങ്ങളുടെ പ്രതാപ ഐശ്വര്യങ്ങൾ അത് നഷ്ടമായത് വിധിവിഹിതമായ ജീവിതക്രമം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അതിന് വ്യവസ്ഥാപിതമായ ഒരു രൂപകൽപ്പന ഈ 6-ാം വർഷത്തിലെങ്കിലും നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. 6 വർഷം കഴിയുമ്പോൾ ഏതാണ്ട് ശൈശവം കിടക്കുകയാണ്, ബാല്യത്തിലേക്ക് പദമൂന്നുകയാണ്. നിങ്ങളുടെ സംഘടനയുടെ ഉപനയന സംസ്കാരത്തിൻ്റെ സമയം സമാഗതമാവുകയാണ്. ആ നിലയിൽ വളരെ ശ്രദ്ധിച്ച് ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പിനും ക്ഷേത്രങ്ങളിലെ ദേവതകളുടെ ശക്തിക്കും ആചാര്യ തപസ് അത് വേണ്ടുവോളം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ആംനായം അടുത്ത ഭാവിയിൽ തന്നെ നിങ്ങൾ ക്ഷേത്രങ്ങളിലെല്ലാം ഈ നിർദ്ദേശം വെക്കുമെന്നും സമീപസ്ഥരായ ബ്രാഹ്മണർ, പ്രായം ചെന്നവരാകട്ടെ അറിയാവുന്നവരെ ഇരുത്തി ജപിപ്പിക്കുകയും പുതിയ തലമുറയെ സമാവർത്തന കാലത്ത് പഠിപ്പിച്ചെടുക്കുകയും ചെയ്യുക. ഇന്ന് ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സ്കീമുകളുണ്ട് വേദം പഠിപ്പിക്കുന്ന. ഫസ്റ്റ് ഗ്രേഡ് പ്രൊഫസറുടെ സാലറിയുമാണ് കൊടുക്കുന്നത്. എല്ലാ അമ്പലത്തിനും തുടങ്ങാവുന്നതാണ്. ഒരു 40 കൊല്ലം മുമ്പ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങി വെച്ചതാണെന്ന് തോന്നുന്നു. മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം ഉണ്ട്. കേരളത്തിൽ തുടങ്ങിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കേരളത്തിൽ കാസർഗോഡ് മാത്രമാണ് മെല്ലെ തുടങ്ങിയിരിക്കുന്നതെന്ന് തോന്നുന്നു, മധൂർ ഗണപതി ക്ഷേത്രത്തിൽ എന്നാണ് എൻ്റെ ഓർമ്മ. ബാക്കി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയാത്തതുകൊണ്ട് പറഞ്ഞാണ്. ആംനായം, കലശം, ഉത്സവം, അന്നദാനം ഇവയൊക്കെ പ്രാവർത്തികമാക്കുവാൻ ആവശ്യമില്ലാത്ത തർക്കവിതർക്കങ്ങളിൽ പെടുന്നതിന് പകരം അത്യന്താപേക്ഷിതമായ വാക്യാർത്ഥ വിചാരങ്ങളിൽ പെടുകയും തന്ത്രിയെ പൂജ ചെയ്യുന്നവനെ ബ്രാഹ്മണ്യം കണ്ടിരുന്നത് പതിതനായിട്ടാണ്. ആ കാലമൊക്കെ മാറിയിട്ടുണ്ട്. ഏതായാലും ഇതര സെമറ്റിക് മതങ്ങളിൽ പുരോഹിതന്മാർക്ക് വലിയ നിലയും വിലയുമാണ്. ഒന്ന്, നിങ്ങളുടെ വസ്ത്രധാരണം. 2, നിങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ദൃഷ്ടിയിൽ ക്ലാസ് 4 ജീവനക്കാരാണെന്ന് തോന്നുന്നു. അതിലും താഴെ. അതൊന്ന് മാറി. ശമ്പളമൊക്കെ അത് മതി. ശമ്പളത്തിന് വേണ്ടി വാദിക്കുകയല്ല. ഞങ്ങൾക്ക് സ്ഥാനമൊന്നും തരണ്ട, ക്ലാസ് 4 ഒന്നും തരണ്ട. ഇത് ഞങ്ങളുടെ ഒരു കുലത്തൊഴിലായി അംഗീകരിച്ചാൽ മതി എന്നെങ്കിലും പറയാനുള്ളൊരു ആർജവം, അതിനനുസരിച്ചുള്ളൊരു ബഹുമാനം. നിങ്ങളെ ഒന്ന് തൊഴുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ കാശിയിലെ പണ്ടകളെ കാണാൻ പോകുന്ന പോലെ
കരിയും പിടിച്ച് ഒരു തോർത്തും ഒരിക്കലും ചിരിക്കാത്ത മുഖവും വേവലാതി പൂണ്ട ഓട്ടവും ചിലപ്പോഴെല്ലാം ക്ഷേത്രത്തിനകത്തെ പൂജ കൊണ്ടുപോകാനുള്ള ദുർഘട സന്ധികൾ. കാരണം മുഴുവൻ ഉറുമ്പായിരിക്കും. അപ്പോൾ ചന്ദനമോ മറ്റുള്ളതോ യോനീപീഠത്തിൽ വെള്ളം ഒഴുകിപ്പോകാതെ വെച്ച് വെള്ളം നിർത്തി അതിൻ്റെ മുകളിൽ ശിവലിംഗത്തിൻ്റെ മുകളിൽ നിവേദ്യവും മറ്റൊക്കെ വെച്ചേച്ച് പോകേണ്ട ഗതികേടും ഒക്കെയായി പോകുന്നതിന് പകരം ശരിയായ നിലയിലുള്ള തപസ്സോടുകൂടിയ ഒരു പ്രവൃത്തി അത് ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ വന്നിരിക്കുന്ന സമകാലിക ഭക്തി. ആ നിലയിൽ വൃത്തിയുള്ള പാത്രങ്ങളിൽ പ്രസാദം എടുക്കുക, അതും ഈ അലുമിനിയം ഒക്കെ ഉപയോഗിക്കാതെ നല്ല ഫുഡ് ക്വാളിറ്റി സ്റ്റീലോ ഓടൊന്നും പറ്റിയില്ലെങ്കിൽ, ഓടാണ് നല്ലത്, വെള്ളോടാണ് നല്ലത്, വെള്ളോടൊന്നും കിട്ടുകയില്ല, വലിയ പാടാണ്. പഴയ കാലത്തെ ഓടെല്ലാം വിറ്റു, ബ്രാഹ്മണ്യവും മാടമ്പിമാരും അതെല്ലാം വിറ്റിട്ട് ഉള്ള അലുമിനിയം പാത്രം എല്ലാം മേടിച്ച് വെച്ചിരിക്കുകയാണ്. അത് ലയിക്കും, അതൊക്കെ രോഗമുണ്ടാകും. അതൊക്കെ ഒന്ന് മാറ്റി ആരോഗ്യപരമായ കാരണങ്ങളാൽ അമ്പലത്തിന് ചുറ്റും വിശുദ്ധിയും അമ്പലത്തിലെ ജലം ശുദ്ധവും അങ്ങനെയൊക്കെ ഒന്നാക്കി വളരെ നല്ല നിലയിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ നിർദ്ദേശങ്ങൾ വയ്ക്കുകയും വളരെ ഉന്നതമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്ത് നിങ്ങളുടെ സ്ഥാനവും മാനവും നേടിയെടുക്കാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഒരുപാട് സമയമെടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. മര്യാദകളിലേക്ക് പോകുന്നില്ല, കാരണം എന്നോട് ഇഷ്ടം പോലെ സമയം എടുത്തോളാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും പല കർത്തവ്യങ്ങളിലും പെട്ടുകിടക്കുന്ന നിങ്ങളുടെ സമയത്തെ മുഴുവൻ അപഹരിക്കുക ഇത് മര്യാദകേടാണ്. ഞാൻ ഉപസംഹാരത്തിലേക്ക് കടക്കുന്നു. പറയാൻ ഒത്തിരിയുണ്ട്, പറഞ്ഞ കാര്യങ്ങൾ ഒട്ടേറെ വിശദീകരിക്കാനുണ്ട്. ഞാനതെല്ലാം ചുരുക്കി പറഞ്ഞത് നിങ്ങൾ പണ്ഡിതന്മാരാണ്, അത് നിങ്ങൾ വിശദീകരിച്ചോളും, നിങ്ങൾ അനുകൂലവും പ്രതികൂലവും ചിന്തിച്ച് മനസ്സിലാക്കിക്കൊള്ളും എന്ന് ഉറപ്പാക്കിക്കൊണ്ടാണ് അതുകൊണ്ട് ഇവിടെ വരാൻ, നിങ്ങളോടൊപ്പം ഇത്രയും നേരം ഇരിക്കാൻ ഒക്കെ ഇടയാക്കിയ ആ മഹശക്തിക്ക് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. മാതർമേ മധുകൈടവഗ്നിമഹിഷപ്രാണാവഹാരോദ്യമേ ഹേരാ നിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ടാർത്തി നിശേഷീകൃതരക്തബീജതനുജേ നികേ ശുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേ ദുർഗേ നമസ്തേ ദുർഗേ നമസ്തേ.